നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ വിശദമായി നോക്കാം. ലൈവ് അറ്റ് 6 ആദ്യം പ്രധാന വാർത്തകൾ. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർക്ക് പരസ്യ പിന്തുണയുമായി അമേരിക്ക. പ്രതിഷേധക്കാർക്ക് നേരെ നിറയൊഴിക്കാൻ അമേരിക്ക നേരിട്ടിറങ്ങുമെന്ന് ട്രംപ്. ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ടാൽ യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് തിരിച്ചടിച്ച് ഇറാൻ. ഖമനേയി ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം 6ാം ദിവസവും ശക്തം. ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ച് കോൺഗ്രസുമായി അടുക്കാൻ ശശി തരൂർ. പാർട്ടി വേദികളിൽ സജീവമാകും. KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ മുഴുവൻ സമയവും തരൂർ പങ്കെടുക്കും. മുസ്ലിം ലീഗിനെതിരെ വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിങ്ങളെ ഈഴവർക്കെതിരെ തിരിക്കാൻ മൊത്തമായി ഈഴവ വിദ്വേഷം പരത്താവുന്ന രീതിയിൽ മതസൗഹാർദ്ദമില്ലാതെ കലഹങ്ങൾ ഉണ്ടാക്കാൻ ഒരു കുൽസിത ശ്രമമാണ് ഇതിപ്പോൾ ലീഗ് നടത്തുന്നത്. ചാനൽ മൈക്ക് തട്ടിമാറ്റിയ സംഭവത്തിലും വിശദീകരണം. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ തീവ്രവാദി എന്ന അധിക്ഷേപം. മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്തത് വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ LDF-നെ നയിക്കുമെന്ന് CPM സംസ്ഥാന സമിതി. ധർമ്മടത്ത് നിന്ന് 3ാം തവണയും ജനവിധി തേടും. തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങളും ഉണ്ടാകും. മന്ത്രിമാർ രാഷ്ട്രീയം പറഞ്ഞ് സർക്കാരിനും മുന്നണിക്കും പ്രതിരോധം തീർക്കണമെന്നും സംസ്ഥാന സമിതി. NSSന്റെ ഇടതനുകൂല നിലപാടിൽ തിരുത്തൽ. ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രം, മറ്റ് വിഷയങ്ങളിൽ സമദൂരമെന്നും G. സുകുമാരൻ നായർ. ശബരിമല വിഷയത്തിൽ മാത്രമേ അതിനെ രാഷ്ട്രീയമായിട്ട് കൊടുക്കേണ്ട കാര്യം. ആ കാര്യത്തിൽ നമ്മളൊരു ശരിദൂരം, ബാക്കി എല്ലാ കാര്യങ്ങളും സമദൂരം തന്നെ. ബംഗ്ലാദേശിൽ വീണ്ടും ന്യൂനപക്ഷാക്രമണം. ഹിന്ദു മതവിശ്വാസിയെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. ശരിയത്പൂർ ജില്ലയിലെ ആക്രമണം പുതുവത്സരാഘോഷങ്ങൾക്കിടെ. ഗുരുതര പൊള്ളലേറ്റ യുവാവ് ചികിത്സയിൽ. ബംഗ്ലാദേശ് താരത്തെ IPL ടീമിലെടുത്തതിന് ഷാരൂഖ് ഖാനെതിരെ വിമർശനം. ഷാരൂഖ് രാജ്യദ്രോഹിയെന്ന് ഉത്തർപ്രദേശ് മുൻ MLA. പ്രതിഷേധം മുസ്തഫിസുർ റഹ്മാനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ഉൾപ്പെടുത്തിയതിനെതിരെ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തുടക്കം തന്നെ കടക്കുന്നു. ഇറാനിൽ നടക്കുന്നത് വമ്പൻ അട്ടിമറി നീക്കമെന്ന് റിപ്പോർട്ടുകൾ. പ്രതിഷേധക്കാർക്ക് നേരെ നിറയൊഴിച്ചാൽ അമേരിക്ക നേരിട്ടിറങ്ങുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകി ഡൊണാൾഡ് ട്രംപ്. ഖമനേയി ഭരണകൂടം ഇറങ്ങിപ്പോകണമെന്നും ഷാ ഭരണകൂടം തിരികെ വരണമെന്നുമാണ് പ്രക്ഷോഭകരുടെ ആവശ്യം. അതേസമയം ആഭ്യന്തര വിഷയത്തിൽ അമേരിക്ക ഇടപെട്ടാൽ ഒരു പ്രദേശം മുഴുവൻ യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുമെന്നാണ് ഇറാന്റെ മറുപടി. അഭിലാഷ് രാധാകൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, വിലക്കയറ്റത്തിനെതിരെ തുടങ്ങി ഇപ്പോഴിതാ ഖമനേയിക്കെതിരെ ആഞ്ഞടിക്കുന്നു പ്രക്ഷോഭം. അവിടെയും വളരെ വ്യക്തമാവേണ്ടത് ട്രംപ് തക്കം പാർത്തിരിക്കുകയാണോ എന്നതിലാണ്. തീർച്ചയായിട്ടും ഭവ്യ, ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത് നമ്മൾ നേരത്തെ നേപ്പാളിലും അതുപോലെ ബംഗ്ലാദേശിലും കണ്ട സമാനമായിട്ടുള്ള പ്രക്ഷോഭമാണ്. ആദ്യത്തെ കുറച്ച് ദിവസം അവിടുത്തെ വ്യാപാരികൾ വിലക്കയറ്റത്തിനെതിരെ നടത്തിയ ഒരു പ്രക്ഷോഭം, പിന്നീട് ഒരു പ്രതിഷേധം, പിന്നീട് 30 ഇടങ്ങളിൽ, രാജ്യത്തെ വിവിധ പ്രധാനപ്പെട്ട 30 ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു പ്രക്ഷോഭമായി മാറിയിരിക്കുന്നു. ഇന്ന് 6 ദിവസങ്ങൾ പിന്നിടുകയാണ്. നിരവധി പേർ അവിടെ ഈ പ്രതിഷേധക്കാർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ആദ്യം അവർ വിലക്കയറ്റത്തിനെതിരെയാണ് അവർ പ്രതിഷേധം ആരംഭിച്ചതെങ്കിൽ ഇപ്പോൾ പറയുന്നത് അവിടുത്തെ ഖമനേയി ഭരണകൂടം രാജിവെച്ചൊഴിയണം, രാജ്യത്തിന്റെ സമ്പദ്ഘടന എല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതിന് ഇനിയും തുടർന്നു പോയാൽ രാജ്യം മുഴുവൻ അവതാളത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഖമനേയിയുടെ ഭരണകൂടം, അവിടുത്തെ മതഭരണകൂടം, അത് ഉടൻ തന്നെ അവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്നും പകരം 1979 പുറത്താക്കപ്പെട്ട ഷാ ഭരണകൂടം തിരികെ വരണം. ഷായുടെ അവരുടെ ആ പിൻതലമുറക്കാരായിട്ടുള്ള ജാവിദ് ഷാ പഹ്ലാവി, അവർക്ക് അധികാരം തിരികെ നൽകണം, അവർ രാജ്യത്തെ മുന്നോട്ട് നയിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഈ ഇപ്പോഴത്തെ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇപ്പോഴത്തെ സമരത്തെ, പ്രതിഷേധത്തെ, പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുള്ള നീക്കം ഖമനേയിയുടെ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. കാരണം അവരുടെ മുന്നിൽ
നേപ്പാളും ബംഗ്ലാദേശും ഒരു പാഠമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് അതിനെ അടിച്ചമർത്താനുള്ള നീക്കം ഇറാന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഈ സമയത്താണ് ഇവിടെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഇടപെടൽ വരുന്നത്. ഇന്ന് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു, അവിടുത്തെ പ്രതിഷേധക്കാർക്ക് നേരെ ഏതെങ്കിലും രീതിയിൽ ഒരു നിറയൊഴുപ്പോ അല്ലെങ്കിൽ അവരെ വകവരുത്തുന്നതിനുള്ള ഒരു നിലപാട് ഇറാന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അമേരിക്ക നേരിട്ട് ഇറാനിലേക്ക് ഇറങ്ങും, അവിടെ ഈ പ്രതിഷേധക്കാരെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇറാന്. അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും അല്ലെങ്കിൽ വലിയ യുദ്ധങ്ങളിലേക്കും ഒക്കെ പോകാൻ തക്കവണ്ണം പ്രാപ്തമായിട്ടുള്ള ഒരു പരാമർശമാണ്. ആ പരാമർശത്തിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ആവർത്തിക്കുന്നത്. അഭിലാഷ്, എന്തായിരിക്കും അതിന് പിന്നിൽ US കണ്ടിരിക്കുന്നത്? പ്രക്ഷോഭക്കാർക്ക് നേരെ നിറയൊഴിച്ചാൽ ഞങ്ങൾ ഇറങ്ങുമെന്ന് പറയാനുള്ള അതിനുള്ള സാഹചര്യം എന്തായിരിക്കും? അപ്പോൾ ഈ പ്രക്ഷോഭം കെട്ടടങ്ങാത്തതിന് പിന്നിൽ US ആണോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അത് വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് ഭവ്യ. കാരണം ഈ ഒരു ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം അതിന് പിന്നിൽ അമേരിക്ക സ്പോൺസേഡ് ആണോ, അമേരിക്ക അതിന് പിന്നിൽ കളിക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇറാൻ അതിൽ ചില റിപ്പോർട്ടുകൾ അടക്കം അവർ മുന്നോട്ട് വെച്ചാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ 2025 അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലൊരു ആക്രമണം ഇറാന്റെ ആണവ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇസ്ഫഹാനും ഫോർദോവിലും അടക്കം വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി. പക്ഷേ വിചാരിച്ച രീതിയിൽ അത്തരം ഒരു അമേരിക്കയുടെ ഓപ്പറേഷനുകൾ നടന്നില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പിന്നീട് പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ഖമനയെ വകവരുത്താൻ ഖമനയി ഭരണകൂടത്തെ താഴെയിറക്കി ആയത്തുള്ള അലി ഖമനയെ വധിച്ച് പകരം അമേരിക്കയ്ക്കും ഇസ്രായേലും താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ അവിടെ അധികാരത്തിലെത്തിക്കാനുള്ള ശ്രമം 2025 മധ്യഭാഗത്തുണ്ടായിരുന്നെങ്കിലും പിന്നീട് ആ ശ്രമം പാളുകയുണ്ടായി. എന്നാൽ അതിനുശേഷം ഇപ്പോൾ വീണ്ടും അമേരിക്കയ്ക്ക് ഒരു സുവർണാവസരം ലഭിച്ചിരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ തന്നെ ഇപ്പോൾ ഇറാന്റെ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു അവസരം നോക്കിയിരുന്ന അമേരിക്ക ഇപ്പോൾ ഇറാനെതിരെ ഇപ്പോൾ ഒരു നടപടിക്ക് ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ ഇറാനെതിരെ ഒരു മുന്നറിയിപ്പുമായി ഇറങ്ങുന്നത്. മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടെയുണ്ട്. അമേരിക്കയുമായി എണ്ണ വിൽപ്പനയുമായി എണ്ണ കരാറുമായിട്ടൊന്നും ഇപ്പോൾ ഇറാൻ സഹകരിക്കുന്നില്ല. അക്കാര്യത്തിൽ കൂടി അമേരിക്കയ്ക്ക് ഇറാനോട് ഒരു എതിർപ്പുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാം കൂടി ഒത്തുവരുന്നൊരു സാഹചര്യം. രാജ്യത്തിനകത്ത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരമുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയുമായി ഇറാൻ സഹകരിക്കാത്തതിൻ്റെ ഒരു കാര്യം. മാത്രമല്ല ആയത്തുള്ള അലി ഖമനയെ താഴെ ഇറക്കാൻ തക്കം പാർത്തത് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരു അവസരം കൂടി വന്നിരിക്കുന്നു. അവിടെയാണ് അപ്പോൾ അത് വ്യക്തമാകുന്നത്. ഈ ഭരണവിരുദ്ധ വികാരം ആളി കത്തിക്കാൻ തന്നെയാണ് US-ന്റെ ശ്രമം. അപ്പോൾ ഖമനയെയാണ് US-ന്റെ ലക്ഷ്യം എന്ന് വ്യക്തമാണ് ഭവ്യ. കാരണം ഖമനയെ താഴെ ഇറക്കുക, പകരം അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ താല്പര്യമുള്ള അമേരിക്കയുമായി ഒത്തുപോകുന്ന ഒരു ഭരണകൂടത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. നമുക്കറിയാം ഈ 1979 ഈ ഷാ ഭരണകൂടത്തെ താഴെ ഇറക്കുകയും റുഹുള്ള ഖമനയി ഇറാന്റെ പരമാധികാരിയായി വാഴുന്നതും പിന്നീട് ആയത്തുള്ള അലി ഖമനയി ഇപ്പോൾ രാജ്യത്തിന്റെ തലവനായി ഏറ്റവും വലിയ നേതാവായി അവിടെ വാഴുന്നതും. ഈ ഒരു സാഹചര്യത്തിൽ ഈ റിസ പെഹ്ലാവി എന്ന് പറയുന്ന ആളിപ്പോഴും, അതായത് ഷാ ഭരണകൂടത്തിന്റെ അനന്തരാവകാശിയാണ് റേസ ഷാ പെഹ്ലാവി. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിൽ ഒളിവിലാണ്, അവിടെ അമേരിക്കയുടെ സംരക്ഷണയിലാണ് കഴിയുന്നത്. അയാൾ ഇപ്പോൾ ഈ സമരത്തിൽ, ഇവിടെ ഇറാനിൽ നടക്കുന്ന സമരത്തിൽ പ്രതിഷേധക്കാർക്ക് അനുകൂലമായ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല ജാവേദ് ഷാ പെഹ്ലാവിയെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് ഇറാനിൽ നിന്നുള്ള അമേരിക്കൻ അനുകൂലമായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളത് അവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ആയത്തുള്ള അലി ഖമനയെ താഴെ ഇറക്കാനും മസൂദ് പസഷ്കിയനെ, ആയത്തുള്ള അലി ഖമനയുടെ ഏറ്റവും വലം കൈയായിട്ടുള്ള ഇപ്പോഴത്തെ ഇറാൻ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പസഷ്കിയൻ, ഇവരെല്ലാം അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി ഷാ ഭരണകൂടത്തെ തിരികെ എത്തിക്കുക എന്നുള്ളൊരു നീക്കം തന്നെയാണ്. മാത്രമല്ല 2022 മഹ്സ അമിനി എന്ന് പറയുന്ന യുവതി തലയിൽ തട്ടമിടാത്തതിൻ്റെ പേരിൽ അവിടുത്തെ മതസായുധ സൈന്യം തല്ലിക്കൊന്ന ആ ഒരു മഹ്സ അമിനി, അന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇറാനിൽ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിന് പിന്നാലെ ഇപ്പോൾ 3 വർഷങ്ങൾക്ക് ശേഷം അതിലും വലിയൊരു പ്രതിഷേധം രാജ്യത്ത് പുറപ്പെടുന്നു എന്നുള്ളതാണ്. അതിന് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പിന്തുണ വരുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അഭിലാഷ് ചൂണ്ടിക്കാണിച്ച 2022 ഹിജാബ് വിരുദ്ധ സമരം, ആ സമരത്തിന് ശേഷം ഇറാൻ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ വലിയ ജാഗ്രതയിലാണ്. പ്രത്യേകിച്ചും US-ന്റെ
കൂടി ഇടപെടൽ പിന്നിൽ US ഉണ്ടാകുമ്പോൾ വലിയ ജാഗ്രതയിലാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് സ്വാഭാവികമായും ആ ഹിജാബ് വിരുദ്ധ സമരം അതുപോലൊരു സമരം ആവർത്തിക്കുമോ എന്നുള്ളൊരു ആശങ്ക സർക്കാരിനുണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഇപ്പോൾ തുടക്കത്തിൽ പ്രക്ഷോഭക്കാരെ അടിച്ചമർത്താൻ ശ്രമിച്ചു, പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണോ പോകുന്നത്? ഇപ്പോൾ ഇന്ന് 6ാം ദിവസമാണ് ആ പ്രതിഷേധം അല്ലെങ്കിൽ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അമേരിക്കയുടെ ഈ ഒരു മുന്നറിയിപ്പിന് ഇറാന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ മറുപടി വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ടാൽ അല്ലെങ്കിൽ ഇറാന്റെ പരമാധികാരത്തിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചാൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ അമേരിക്ക നേരിടേണ്ടി വരുമെന്നുള്ളൊരു പ്രതികരണമാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല വലിയ രീതിയിൽ ഈ ഒരു ഇറാനും അമേരിക്കയുമായിട്ടുള്ള ഒരു പ്രശ്നമായി ഇത് അവസാനിക്കില്ല. പകരം ഒരു മേഖല മുഴുവൻ, പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമായി അമേരിക്കയുടെ ഇടപെടൽ മാറും. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കാര്യം നോക്കി പോകുന്നതാണ് നല്ലത് എന്നുള്ള ഒരു ശക്തമായ മറുപടി ഇപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇറാനെ സംബന്ധിച്ച് ഒന്നും നോക്കാനില്ല, കാരണം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇസ്രയേലുമായി നടന്ന യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ച ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ച് ഇനി ഒന്നും നോക്കാനില്ല. ഇനി എന്ത് തരത്തിലുള്ള കടന്നുകയറ്റമുണ്ടായാലും തിരിച്ചടിക്കുക എന്ന് തന്നെയായിരിക്കും ഇറാന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ മേഖല മുഴുവൻ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നതോടുകൂടി ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ മൊത്തം ഈ ഇറാനിലെ പ്രക്ഷോഭത്തിലേക്ക് വന്നിരിക്കുന്നു. നേപ്പാളിൽ സംഭവിച്ചതുപോലെ, ബംഗ്ലാദേശിൽ സംഭവിച്ചതുപോലെ അവിടുത്തെ ഭരണാധികാരികൾക്ക് നാടുവിട്ടു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെയെങ്കിൽ ആയത്തുള്ള അലി ഖമനേയ്ക്ക് അധികാരം വിട്ട് ഒഴിയേണ്ടി വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ മണിക്കൂറിൽ വരുന്ന ചോദ്യം. അത് ഈ പ്രക്ഷോഭം ഒടുങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അത്തരത്തിലൊരു പര്യവസാനത്തിലേക്കായിരിക്കും ഈ ഒരു പ്രതിഷേധം പോകുന്നത്. അതിന് ഏറ്റവും വലിയ കാര്യം അമേരിക്കയുടെ പിന്തുണ. നേപ്പാളിലും ബംഗ്ലാദേശിലും മറ്റൊരു രാജ്യത്തിൻ്റെ പ്രത്യക്ഷമായ ഒരു പിന്തുണ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയല്ല. അമേരിക്ക എന്ന് പറയുന്ന ലോകരാജ്യം, വലിയ രാജ്യം, അവർ ഇറാനിലെ പ്രതിഷേധങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, സഹായിക്കുന്നു, പിന്തുണയ്ക്കുന്നു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ ഭരണകൂടത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. അവിടെയാണ് ഈ ട്രംപ് തക്കം നോക്കി ഇരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ അമേരിക്ക ഇടപെടുകയാണെങ്കിൽ അത് എവിടെ ചെന്ന് അവസാനിക്കും? എന്ത് സംഭവിക്കാം അഭിലാഷ്? അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ആയത്തുള്ള അലി ഖമനേയ്ക്ക് അധികാരത്തിൽ നിന്ന് വിട്ടൊഴിയേണ്ടി വരും, അല്ലെങ്കിൽ മറുവശത്ത് ഒരു യുദ്ധത്തിലേക്ക്, വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് മാറാനുള്ള ഒരു സാഹചര്യമാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ, അതായത് വിദേശകാര്യ വിദഗ്ധരൊക്കെ വിലയിരുത്തുന്നത്. ഇത്തരത്തിൽ ഒരു അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇറാനിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവിടുത്തെ പ്രതിഷേധക്കാർക്ക് പ്രത്യക്ഷമായ രീതിയിൽ ഒരു സഹായം നൽകുവാൻ ഉള്ള ശ്രമമുണ്ടായാൽ അത് ഇറാന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറുന്നു എന്ന് കാണിച്ചുകൊണ്ട് അവർക്ക് തിരിച്ചടിക്കാനുള്ള ഒരു അവകാശമുണ്ട്. അത് ഇറാൻ പ്രയോഗിക്കുകയാണെങ്കിൽ ഇത് ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 6 ദിവസമായി നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭം ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ ശക്തി വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ആദ്യം ചെറിയ വ്യാപാരികൾ അവരുടെ വിലക്കയറ്റം താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ ചെറിയ പ്രതിഷേധമായി തുടങ്ങിയത് 6 ദിവസം പിന്നിടുമ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട 30 ഇടങ്ങളിലേക്ക് ആ പ്രതിഷേധം വ്യാപിച്ചൊരു പ്രക്ഷോഭമായി മാറണമെങ്കിൽ അതിന് പിന്നിൽ ചില ശക്തികളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഏറെക്കുറെ വ്യക്തമാണത് ഭവ്യ. കാരണം അല്ലെങ്കിൽ ഇറാനെ പോലൊരു രാജ്യം, ഇത്രയും സൈന്യമുള്ള ഒരു രാജ്യം, അവിടുത്തെ പോലീസൊക്കെ അതിശക്തമായ രീതിയിൽ ഭരണകൂടത്തിന് അനുകൂലമായി നിന്നുകൊണ്ട് ഏതൊരു പ്രതിഷേധത്തെയും അടിച്ചമർത്തുന്ന രീതിയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ മഹ്സ അമിനിയുടെ കൊലപാതകമടക്കം അതിനുശേഷമുണ്ടായ പ്രതിഷേധങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ ഇനിയും പോകാതിരിക്കാനുള്ള ഒരു ശ്രമം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിന് അനുസൃതമായ രീതിയിൽ ഒരു തിരിച്ചടി അമേരിക്ക നടത്താൻ പ്രാപ്തമാണെന്നുള്ള കാര്യം അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ ഇതേ വിധത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെ ഇറാനും പശ്ചിമേഷ്യയും അമേരിക്കയ്ക്ക് എത്തിപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ 2025 അവസാന മാസങ്ങളിലാണ് പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ ഏറെക്കുറെയെങ്കിലും കെട്ടടങ്ങുകയും ഒരു സമാധാനമെന്ന് തോന്നുന്ന അന്തരീക്ഷത്തിലേക്കെങ്കിലും കാര്യങ്ങൾ കടന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ ആയത്തുള്ള അലി ഖമനയെ താഴെ ഇറക്കാനുള്ള ഒരു പ്രക്ഷോഭം വരുന്നതോടുകൂടി തന്നെ കാര്യങ്ങളെല്ലാം വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. എന്തായാലും ലോകരാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഇറാനിലേക്ക് നോക്കുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ഇപ്പോഴത്തെ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ അലി ഖമനേയി ഭരണകൂടത്തിന് കഴിയുമോ? മസൂദ് പസഷ്കിൻ അതിൽ ഏത് തരത്തിൽ
കാര്യത്തിൽ ഇടപെടും എന്നുള്ള കാര്യങ്ങളെല്ലാം ലോകരാജ്യങ്ങൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുകയാണ്. ഭവ്യ, നിലവിലെ സാഹചര്യം അനുസരിച്ച് ഈ പ്രക്ഷോഭം പെട്ടെന്ന് കെട്ടടുങ്ങാനുള്ള ഒരു സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും കഴിഞ്ഞ പറഞ്ഞതുപോലെ ആദ്യത്തെ ദിവസം ചെറിയ രീതിയിൽ തുടങ്ങിയ പ്രക്ഷോഭം ഇപ്പോൾ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 6 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പോലീസും പ്രൊട്ടസ്റ്റേഴ്സും തമ്മിൽ നേർക്കുനേർ കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവിടെ വെടിയുതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയും ആളുകൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അമേരിക്ക നേരിട്ട് രംഗത്തെത്തുമെന്ന് പറയുന്നുണ്ട്. ഇതിൽ അമേരിക്കയ്ക്ക് നൽകുന്ന മറുപടി, അമേരിക്കയ്ക്ക് ഇറാന്റെ ഭാഗത്തുനിന്ന് വന്ന മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾ നേരത്തെ ഇതുപോലെ രക്ഷിക്കാൻ വേണ്ടി പല രാജ്യങ്ങളും ഇറങ്ങിയിരുന്നു. അതിന് ഉദാഹരണമാണ് ഇറാഖ്, സിറിയ, ഗാസ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ. ഇവിടെയെല്ലാം എന്താണ് സംഭവിച്ചെന്നുള്ളത് ലോകത്തിന് അറിയാവുന്ന കാര്യമാണ് എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് ഇറാൻ നൽകുന്ന തിരിച്ചടി. അതായത് അമേരിക്ക എവിടെയൊക്കെ സഹായം അഭ്യർത്ഥിച്ച് അല്ലെങ്കിൽ സഹായം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട്, പിന്തുണ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടോ ആ രാജ്യങ്ങളെല്ലാം ഇല്ലാതാക്കിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനിലേക്ക് ഇറങ്ങാമെന്നുള്ള അമേരിക്കയുടെ മോഹം അത് വ്യാമോഹമാണ്. അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴേ മാറ്റിക്കോളൂ എന്നുള്ളതാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്ക് നൽകുന്ന മറുപടി. എന്തായാലും ഇപ്പോൾ നടക്കുന്ന സമരം, പ്രക്ഷോഭം അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം ആദ്യത്തെ ദിവസം വിലക്കയറ്റമായിരുന്നു അവരുടെ വിഷയമെങ്കിൽ രണ്ടാമത്തെ ദിവസമാകുമ്പോൾ വിലക്കയറ്റവും രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയും ആവുന്നു. മൂന്നാമത്തെ ദിവസമാകുമ്പോൾ അത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭമായി മാറുന്നു. ഇപ്പോഴത്തെ അവരുടെ ആവശ്യം അലി ഖമനൈ ഭരണകൂടം അവിടുന്ന് ഒഴിഞ്ഞു പോകണം, പകരം പുതിയ ഭരണകൂടം, അതായത് ഷാ ഭരണകൂടം 79-ൽ പുറത്താക്കപ്പെട്ട ഷാ ഭരണകൂടം തിരികെ ഇറാനിൽ എത്തണമെന്നുള്ള ഒരു ആവശ്യം കൂടി അവിടുത്തെ ജനത, പ്രക്ഷോഭകാരികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ജൻസികളുണ്ട്, അല്ലാത്ത ആളുകളുണ്ട്, അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ആളുകൾ ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് അവിടെ ഇടപെടുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണങ്ങളുണ്ട്. കാരണം ആളുകൾ കൊല്ലപ്പെട്ടാൽ കൂടുതൽ വിഷയങ്ങളിലേക്ക് കടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല ഇറാനെതിരെ വലിയ രീതിയിലുള്ള ഉപരോധങ്ങളൊക്കെ ഈ നിലവിലുള്ള ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യും, അലി ഖമനൈ ഭരണകൂടം ഈ പ്രക്ഷോഭത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് കൂടി കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഭവ്യ, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിശദ വിവരങ്ങൾ നൽകിയത്. പരിഭവം മറന്ന് കോൺഗ്രസ് പാർട്ടി വേദികളിൽ സജീവമാകാൻ ശശി തരൂർ. അടുത്ത ദിവസം വയനാട്ടിൽ നടക്കുന്ന KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ ശശി തരൂർ മുഴുവൻ സമയം പങ്കെടുക്കും. അതേസമയം പാർട്ടിയുടെ പരിമിതിക്കുള്ളിൽ നിന്ന് മറ്റു പാർട്ടികളുടെ നല്ലതിനെ താൻ പ്രശംസിക്കുന്നതാണ് വിമർശനത്തിന് വഴിവെക്കുന്നതെന്നും ന്യൂസ് 18 മലയാളി ഓഫ് ദി ഇയർ പുരസ്കാരം ഏറ്റുവാങ്ങി തരൂർ പ്രതികരിച്ചു. ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള പ്രതീതി പലതവണ ഉയർന്നു കേട്ടതാണ്. അത്തരത്തിലുള്ള പ്രസ്താവനകൾ കോൺഗ്രസിൻ്റെ ദേശീയ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ തുടർച്ചയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് അടക്കം അദ്ദേഹം പല വിഷയങ്ങളിലും നടത്തുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോഴൊക്കെ പുറത്തേക്ക് പോകാൻ തരൂർ ഒരു കാരണമുണ്ടാക്കുകയാണ് എന്ന തരത്തിൽ കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കൾ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പരസ്യമായി തന്നെ രംഗത്തെത്തുകയും ചെയ്തതാണ്. പക്ഷേ അതിനിടയിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ശശി തരൂർ വീണ്ടും കോൺഗ്രസ് പാർട്ടിയുമായി സജീവമായി അടുക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ പരിഭവം മറന്ന് വീണ്ടും പാർട്ടി വേദികളിൽ സാന്നിധ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിലൊക്കെ തിരുവനന്തപുരത്ത് ശശി തരൂർ കൃത്യമായി തന്നെ പങ്കെടുത്തിരുന്നു. അതിനുശേഷം എന്താകും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്നതിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങളും ചർച്ചകളുമൊക്കെ നടക്കുന്നതിനിടയിലാണ് വയനാട്ടിൽ അടുത്ത ദിവസം നടക്കാൻ പോകുന്ന ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ പൂർണ്ണമായും മുഴുവൻ സമയവും പങ്കെടുക്കാൻ ശശി തരൂർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടിയുമായി ഇനിയൊരു ഏറ്റുമുട്ടലിനില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു അഭിപ്രായ ഭിന്നതയ്ക്ക് ഇനി അവസരം കൊടുക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് തരൂർ അനുകൂലികൾ എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പാർട്ടിയിൽ കൂടുതൽ സജീവമാകാനുള്ള ഒരു നീക്കമാണ് ശശി തരൂർ നടത്തുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും അദ്ദേഹം കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അവാർഡ് വേദിയിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പാർട്ടിയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം കൃത്യമായി മറ്റ് പാർട്ടിയിലെ നല്ല കാര്യങ്ങളെ കൃത്യമായി പ്രശംസിച്ച് പറഞ്ഞത് വലിയ വിമർശനങ്ങൾക്ക് പലപ്പോഴും വഴിവെച്ചിട്ടുണ്ട്. അത് രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി എന്നൊരു നിലപാടിൽ താൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ, അത്തരത്തിലുള്ള നിലപാടുകളിൽ മാറ്റം വരാനുള്ള ഒരു സാധ്യതയുമില്ല. അതേസമയം കോൺഗ്രസിൻ്റെ ഭാഗമായി സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം മുൻപന്തിയിൽ തന്നെ, മുഖ്യധാരയിൽ തന്നെ ഉണ്ടാകും എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്.
മുസ്ലിം ലീഗിനെതിരായ കടുത്ത വിമർശനം തുടർന്ന് വെള്ളാപ്പള്ളി നടേശൻ. മതവിദ്വേഷം അഴിച്ചുവിട്ട് വർഗീയ സംഘർഷത്തിനാണ് ലീഗിന്റെ ശ്രമം. അധികാരത്തിൽ വന്നാൽ മാറാട് കലാപം പോലെ ഒരു കലാപമുണ്ടാക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത്. മുസ്ലിം സമുദായത്തെ മൊത്തം ഈഴവ സമുദായത്തിന് എതിരാക്കാനാണ് ശ്രമമെന്നും മുസ്ലിം സമുദായത്തെ അല്ല ലീഗിനെയാണ് താൻ വിമർശിച്ചതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ സത്യമാണെങ്കിൽ ആ കുറവ് മനസ്സിലാക്കി ഞങ്ങൾക്കൂടെ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് പറയേണ്ടതിന് പകരം എന്നൊരു മതവിദ്വേഷമായി. ഞാനൊരു മതത്തെയും വിദ്വേഷിക്കില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ കൂടെ നിൽക്കുന്നതിൽ പലരും തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണ്. ഈ മുസ്ലിം സമുദായം മൊത്തമായി ഈ വിദ്വേഷം പരത്താവുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ തിരിച്ചുവിട്ടുകൊണ്ട് ഒരു മതവിദ്വേഷം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് മതസൗഹാർദ്ദം ഇല്ലാതാക്കി മതസൗഹാർദ്ദമില്ലാതെ കലഹം ഉണ്ടാക്കാൻ ഒരു കുൽസിത ശ്രമമാണ് ഇതിപ്പോൾ ലീഗ് നടത്തിക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറ. അതിന് ഉത്തരത്തിൽ പറയാതെ മാറിപ്പോണെന്താണ്? ഞാൻ അവിടെ ചെന്ന് ലീഗിനെ ഒന്നും ചീത്ത പറഞ്ഞില്ല. അവിടെ പോയി സ്കൂളിൽ മലപ്പുറത്ത് ഞങ്ങൾക്ക് ഒന്നുമില്ല എന്നെൻ്റെ സ്വന്തം സമുദായത്തിന് ദുഃഖം ഒന്ന് പറഞ്ഞപ്പോൾ ലീഗിനെയാണ് ഞാൻ ഭരിച്ച ലീഗിനെയാണ് പറഞ്ഞത്. ആ സമുദായത്തെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ആ സമുദായത്തിൽപ്പെട്ട എത്രയോ പേര് ഞങ്ങളുമായിട്ട് നല്ല സൗഹാർദ്ദത്തിൽ പോകുന്നു. മുസ്ലിം സമുദായത്തെ മൊത്തം ഈഴവ സമുദായത്തിന് എതിരാക്കാൻ അങ്ങനെ ഇനിയൊരു മാറാട് കലാപം ഇവിടെ അടുത്ത ഭരണം കിട്ടിയാൽ നടത്തണമെന്നുള്ള ദുഷ്ടലാക്കോടുകൂടി ലീഗിൻ്റെ നേതാക്കന്മാരും പരിശ്രമിക്കുന്നു. മാധ്യമപ്രവർത്തകനെ തീവ്രവാദിയെന്ന് അധിക്ഷേപിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അയാൾ തീവ്രവാദിയാണ്, MSF നേതാവാണ്, മുസ്ലിങ്ങളുടെ വക്താവാണെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപം. അയാളെ ആരോ പറഞ്ഞയച്ചതാണ്. തന്റെ പ്രായത്തെ പോലും മാനിച്ചില്ലെന്നും ഒരു മര്യാദയുമില്ലാതെയാണ് തന്നെ വളഞ്ഞതെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. നിങ്ങളൊന്ന് ആലോചിക്കണം, എൻ്റെ പ്രായം എനിക്ക് 89 വയസ്സുള്ള ഒരാളാണ്. മാധ്യമരംഗത്തും ഞാനൊരു മുത്തച്ഛനാണെന്ന് പറയണം. കാരണം മാധ്യമരംഗത്തും ഞാൻ ഏറെ കൊല്ലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നോട് ഒരു മര്യാദയില്ലാതെ എന്നെ വളഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ റോഡിൻ്റെ നടുവിലാണ് നിർത്തിയത്. ഞാൻ ചോദിച്ചു, നല്ല വെയിലല്ലേ, എൻ്റെ ഈ പ്രായത്തിന് വായിച്ചെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചത് വേണോ? ഈ ശിവഗിരിയാണ്, ഈ ശിവഗിരി വെച്ചല്ല നമ്മൾ പത്രക്കാരും സംവാദം നടത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിനോട് 90% ഉള്ള ആളുകളെല്ലാം സഹകരിച്ച് അവർ വളരെ ശാന്തവും മൈൽഡായിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുള്ളത് ഈ വശത്ത് നിന്ന ആളുകളാണ്. അവർ സിമ്പിളായി ചോദിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഒരാൾക്ക് ഈ ഇരിക്കുന്ന റിപ്പോർട്ടർ ഈ കുന്തവും കൊണ്ട് ഇങ്ങോട്ട് വരിക. കാരണം ഒരാൾ എനിക്ക് സംസാരിച്ചിരിക്കല്ല, ഞാൻ ഈ സംസാരിച്ചിരിക്കുമ്പോൾ ആ സംസാരത്തിനെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ടർ ചാനലുകാരൻ ആ ചാനലിൻ്റെ ഈ വഴിയും പിടിച്ച് എന്നെ നേരെ വരികയാണ്. UDF ഗവൺമെൻറ് കാലത്തൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ LDF കാലത്ത് എന്ത് തന്നു? ഞാൻ പറഞ്ഞു, ഇതിവിടെ സമ്മതിക്കേണ്ട വിഷയമല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ വന്ന ആളെ എനിക്കറിയാം. റാഹിം ഇരാറ്റുപേട്ടക്കാരനാണ്, MSFൻ്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാൾ ആരോ പറഞ്ഞയച്ചതാണ്. കാരണം ഒരു കർമ്മം ഒന്നുമില്ല. ഞാൻ ഇത്ര പ്രായമുള്ള ഒരാളല്ലേ, അയാളോട് കാണിക്കുന്ന മര്യാദയില്ലേ, അയാൾ സംസാരിക്കുന്ന രീതി, ഒരു പക്വത, ഒരു ചാനൽ ചർച്ചയിൽ വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധിയാവിൽ എത്തുന്നതിൽ അവരോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപ്പനാകാനുള്ള പ്രായം എനിക്കില്ലേ. ശിവഗിരിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യമാണ് വെള്ളാപ്പള്ളിയെ പ്രകോപിപ്പിച്ചത്. സർക്കാരിന്റെ ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ടറെ കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്, കുറെ നാളായി തുടങ്ങിയിട്ട് കുറെ പണി. CPIയെ ചതിയൻ ചന്തുവെന്ന് വിളിച്ചതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുന്നു, നിലപാടിൽ മാറ്റമില്ല. CPI കാറിൽ കയറ്റില്ല, പക്ഷേ കാശ് വേണം. കൊടുത്തതിന്റെ കണക്കുകൾ മര്യാദ അല്ലാത്തതുകൊണ്ട് പറയുന്നില്ലെന്നും വെള്ളാപ്പള്ളി. പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ, പറഞ്ഞതിലൊന്നും പറഞ്ഞില്ല. CPIയുടെ ആളുകൾ എന്നെ പറഞ്ഞ് ആ CPIയുടെ എന്നെ വണ്ടി കയറ്റിയെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വണ്ടി ഞാനൊക്കെ TV തോമസ്
M. ഗോവിന്ദൻ നായർ, PS ശ്രീനിവാസൻ, ഇവരൊക്കെ എൻ്റെ വണ്ടി എന്ന് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അവന് എൻ്റെ സമ്പത്ത് എന്ന് മാത്രം ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ഇദ്ദേഹം അന്ന് ഈ രംഗത്ത് പോലും ഇല്ലാഞ്ഞ കാലത്ത് പോലും ഇവരെല്ലാം തന്നെ നല്ല സൗഹാർദ്ദം പുലർത്തി അവരുമായിട്ട് ഒന്നിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം അപ്പോഴും പറഞ്ഞു എൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കും ചിരിക്കും. അതായത് എൻ്റെ കയ്യിൽ പണം വേണം, ചിരിക്കുകയും ചെയ്യും, വണ്ടി കയറുകയില്ല. ഞാൻ വണ്ടി കയറുമെന്ന് പറഞ്ഞാണ്. വെള്ളാപ്പള്ളി അല്ല LDF എന്ന് ആവർത്തിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മാർക്കിടാൻ വെള്ളാപ്പള്ളി ആരും ഏൽപ്പിച്ചിട്ടില്ല. CPIക്കാർ തെറ്റായ വഴിക്ക് ഒറ്റ പൈസ പോലും വാങ്ങിയിട്ടില്ലെന്നും ഫണ്ട് പിരിച്ചു കാണുമെന്നും വെള്ളാപ്പള്ളിയുടെ ആരോപണത്തിന് ബിനോയ് വിശ്വം മറുപടി നൽകി. വെള്ളാപ്പള്ളിയുമായി തർക്കത്തിനില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. LDFനോ ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാനോ തെറ്റ് ശരിയും പറയാനോ ഞങ്ങളാരും വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി അല്ല LDF. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു പ്രദേശവും കാത്തിരിക്കുന്നില്ല. വെള്ളാപ്പള്ളി കാറിൽ കയറിയ വിവാദത്തിൽ ബിനോയ് വിശ്വമല്ല പിണറായി വിജയനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി. തന്റെ നിലപാട് താൻ പറയും, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹവും പറയും. അതിലെ ശരി ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും ബിനോയ് വിശ്വം. വളരെ ശരിയല്ലേ അത്? ബിനോയ് വിശ്വം അല്ല പിണറായി വിജയൻ. വളരെ ശരിയാണത്. അതെൻ്റെ കാര്യം നിലപാട് ഞാൻ പറയും, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും നിലപാടും അദ്ദേഹം പറയും. വെള്ളാപ്പള്ളി വർഗീയവാദി അല്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. വെള്ളാപ്പള്ളി വിഷയത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണ്. വെള്ളാപ്പള്ളിയുടെ മതനിരപേക്ഷ നിലപാടിനെ അംഗീകരിക്കുന്നുവെന്നും MP ഗോവിന്ദൻ. വളരെ വ്യക്തമല്ലേ. പിന്നെ പറയുന്നവരുടെ നിലപാട് എന്തായിരിക്കും? ഞങ്ങളുടെ നിലപാടിനോട് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരോട് ഞങ്ങൾക്കുള്ള നിലപാട് കൃത്യമായ അടയാളപ്പെടുത്തപ്പെട്ട നിലപാട് തന്നെയാണ്. ഒരാൾ ഒരു കാര്യം പറഞ്ഞ ഉടനെ തന്നെ വർഗീയവാദിയാവും. നിങ്ങളല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരാൾ തിരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിലല്ലേ നോക്കാം. അതിലല്ലേ വർഗീയവാദിയായിട്ടൊന്നും ഞങ്ങൾ ചിത്രീകരിക്കുന്നില്ല കേട്ടോ. വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകനെ അധിക്ഷേപിച്ചതിലും ലീഗ് വർഗീയ സംഘർഷത്തിന് ശ്രമം നടത്തുന്നുവെന്ന ആരോപണത്തിലും വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയാണ് എല്ലാത്തിനും കുടപിടിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയാത്തത് വെള്ളാപ്പള്ളിയെ പോലുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണെന്നും സതീശൻ. എന്നിട്ടിപ്പോൾ അവർ മുസ്ലിമിനെയും മുസ്ലിം ലീഗിനെയും പറയാണ്. എന്താണ് മുസ്ലിം ലീഗും അവർ തമ്മിലുള്ള പ്രശ്നം? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയും ലീഗ് ഭരിച്ചിരുന്ന വിദ്യാഭ്യാസ വകുപ്പും നിരവധി സ്ഥാപനങ്ങൾ SNDPക്ക് SNTrustന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ റെക്കോർഡ് നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിലുണ്ട്. എന്നിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് എന്താണ് ഇന്നലെ ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ച തെറ്റെന്താണ്? ഞങ്ങളോടൊക്കെ നിങ്ങൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? അതിനയാൾ വർഗീയവാദിയാണ് എന്ന് അയാൾക്കെതിരെ ആക്ഷേപിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിനെതിരായിട്ട്. ഇതെല്ലാത്തിനും കുട പിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത കാര്യം കൂടി ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. തുടരട്ടെ, അത് തുടരുന്നതാണ് നല്ലത്, നിർത്തണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ LDFനെ നയിക്കും. ധർമ്മടത്ത് നിന്ന് 3ാം തവണയും ജനവിധി തേടാനാണ് തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ശേഷം പിണറായി മാറി നിന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കാണ് ഇതോടെ വിരാമമായത്. കഴിഞ്ഞ തവണ കർക്കശമായി നടപ്പാക്കിയ 2 ടേം വ്യവസ്ഥയിൽ ഇളവ് വരുന്നതോടെ പല സിറ്റിംഗ് MLAമാർക്കും ഇക്കുറി സീറ്റുണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പൊതുവിൽ ആലോചിച്ച് തീരുമാനിക്കുന്നതാണ്. വ്യക്തിപരമായി ഞാൻ തീരുമാനിക്കുന്നതല്ല, പൊതുവെ പാർട്ടി എന്ന നിലക്ക് ആലോചിച്ച് തീരുമാനിക്കുന്നൊരു കാര്യമായിരിക്കും. അത് ഞാൻ പറയേണ്ട കാര്യമല്ല. അത് ആ വ്യക്തത വരുത്തേണ്ടത് പിന്നീട് അതിൻ്റെ ഘട്ടത്തിൽ ഉചിതമായ സമയത്ത് വ്യക്തത പാർട്ടി വരുത്തിക്കോളും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയോടുകൂടിയാണ് ഇടതുമുന്നണി നയിക്കുന്നത് ആരെന്ന സംശയം ഇടതുമുന്നണിയിൽ തന്നെ ഉയർന്നു വന്നത്. CPMൽ പോലും ആശങ്കയുള്ള നേതാക്കളുണ്ട്. അതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലാതെ മറ്റൊരു പേര് CPMന് മുൻപിൽ ഇല്ലായിരുന്നു. CPM നേതാക്കൾ തന്നെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി CPM രീതിക്ക് വിഭിന്നമായും പിണറായി തന്നെ നയിക്കുമെന്ന സൂചനകൾ പലപ്പോഴും നൽകിയതുമായിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയോടുകൂടി CPMൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക ഉയർന്നു വന്നു. CPM നേതാക്കൾ ഇതുവരെ അത് തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷേ CPIയുടെ നേതൃത്വം
നേതൃയോഗങ്ങൾ അതിശക്തമായ വിമർശനം. ഒന്നുകിൽ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം, അദ്ദേഹത്തെ പാർട്ടി തിരുത്തണം, അല്ലെങ്കിൽ മുഖം തന്നെ മാറി തെരഞ്ഞെടുപ്പിൽ നേരിടണമെന്ന ആവശ്യം പോലും CPIയുടെ സംസ്ഥാന നേതൃയോഗങ്ങൾ ഉയർന്നു വന്നു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഇടതുമുന്നണി ആര് നയിക്കുമെന്ന ചർച്ചകൾ സജീവമായത്. പക്ഷേ ഇപ്പോൾ CPM നിന്ന് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരമനുസരിച്ച് CPM മുന്നിൽ മറ്റൊരു ഓപ്ഷനോ മുഖമോ പേരോ ഇല്ല. പിണറായി വിജയൻ തന്നെ മൂന്നാമതും ഇടതുമുന്നണിയെ നയിക്കാൻ പിണറായി തന്നെ ഉണ്ടാകും. അതിനുശേഷം തെരഞ്ഞെടുപ്പ് ഫലമനുസരിച്ചാകും ആരാകും പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷം സർക്കാരായാലും പ്രതിപക്ഷമായാലും നയിക്കാൻ പോകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. ഏതായാലും പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് തന്നെ മത്സരിക്കും. നേരത്തെ KK ശൈലജ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് വനിതാ മുഖമുണ്ടാകുമോ CPMന്, തോമസ് ഐസക്കിനെ പോലുള്ള നേതാക്കൾ വരുമോ തരത്തിലുള്ള ചർച്ചകൾ പല കോണുകളിലും ഉയർന്നു വന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് CPM മുന്നിൽ മറ്റൊരു പേരില്ല. പിണറായി വിജയൻ തന്നെയാകും മൂന്നാമതും CPM നയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി നയിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. വിജയിച്ചാൽ വീണ്ടും പിണറായി മുഖ്യമന്ത്രിയാകും. ഇടതുമുന്നണിക്ക് തിരിച്ചടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ആകുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത്. അപ്പോൾ മറ്റു പേരുകളിലേക്ക് CPMും ഇടതുമുന്നണിയും പോയേക്കാം. മന്ത്രിമാർ രാഷ്ട്രീയം പറഞ്ഞ് സർക്കാരിനും മുന്നണിക്കും പ്രതിരോധം തീർക്കണമെന്ന് CPM സംസ്ഥാന സമിതി. മന്ത്രിമാരുടെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ കുറവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. മന്ത്രിമാർ വകുപ്പുകളിൽ മാത്രം ഒതുങ്ങുന്നുവെന്നാണ് സംസ്ഥാന സമിതിയിൽ ഉയർന്ന വിമർശനം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളും തുടർ ചർച്ചയായി ഉണ്ടാകും. കഴിഞ്ഞ കുറേ നാളുകളായ വലിയ രാഷ്ട്രീയ തിരിച്ചടികളിലൂടെയാണ് സംസ്ഥാനത്തെ ഇടതുമുന്നണി നേതൃത്വം കടന്നുപോകുന്നത്. തുടർച്ചയായി CPMന്റെ ഘടകകക്ഷികളും രാഷ്ട്രീയ പ്രതിരോധത്തിലാകുന്നു. സർക്കാരിനെതിരെ നിരന്തര ആരോപണങ്ങളും വിമർശനങ്ങളും ഉയർന്നു വരുന്നു. ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വരെയുള്ള കാര്യങ്ങളിൽ കടുത്ത രാഷ്ട്രീയ തിരിച്ചടികളിലൂടെയാണ് CPM കടന്നുപോകുന്നത്. അങ്ങനെ വരുമ്പോഴും മുന്നണിയെ, പാർട്ടിയെ, സർക്കാരിനെ പ്രതിരോധിക്കാൻ കാര്യമായ ഇടപെടലുകൾ മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന വിമർശനമാണ് സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്നത്. മന്ത്രിമാർ പലപ്പോഴും അവരുടെ വകുപ്പുകൾ മാത്രം ഒതുങ്ങുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തലയെടുപ്പുള്ള ഒരുപിടി നേതാക്കൾ, പരിസമ്പന്ന ഒരുപിടി നേതാക്കൾ മന്ത്രിമാരായി കൂടി ഉണ്ടായിരുന്നു. ഇപ്പോഴും അത്ര ഒന്നുമില്ലെങ്കിൽ പോലും പരിസമ്പന്നമായ നേതൃത്വം ഉണ്ട്. മന്ത്രിസ്ഥാനത്തിരിക്കുന്നവരും സംസ്ഥാന സമിതി അംഗങ്ങളോ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളോ ഒക്കെയാണ്. പക്ഷേ അപ്പോഴും കൃത്യമായ രാഷ്ട്രീയ പ്രതിരോധം, സർക്കാരും പാർട്ടിയും മുന്നണിയും പ്രതിരോധത്തിലാകുമ്പോൾ അവിടെ മുന്നിട്ടിറങ്ങി പ്രതിരോധിക്കാൻ കഴിയാതെ പോകുന്നു മന്ത്രിമാർക്കെന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാർ രാഷ്ട്രീയം പറയണം, രാഷ്ട്രീയം വിശദീകരിക്കണം, സർക്കാരിനെയും പാർട്ടിയെയും മുന്നണിയെയും ശക്തമായി പ്രതിരോധിക്കണമെന്ന ആവശ്യം, നിർദ്ദേശം CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ സംസ്ഥാന സമിതി യോഗത്തിൽ മുന്നോട്ട് വച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണൻ അതിശക്തനായ നേതാവിൻ്റെ ഒറ്റ വാർത്താ സമ്മേളനം കൊണ്ടും ഒറ്റ പ്രസ്താവന കൊണ്ടും രാഷ്ട്രീയം തിരിക്കാൻ കഴിയുന്ന നേതാവിൻ്റെ സാന്നിധ്യം CPMനുണ്ടായിരുന്നു. അതിനുശേഷം വന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദിന് പലപ്പോഴും കോടിയേരിയുടെ നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പല ഇടപെടലുകളും തിരിച്ചടിയാകുന്നുവെന്ന വിമർശനം CPMനുള്ളിലും മുന്നണിക്കുള്ളിലും ശക്തമാണ്. മറുഭാഗത്ത് CPIയുടെ കാര്യത്തിലാകട്ടെ കാനം രാജേന്ദ്രനെ പോലെ മൂർച്ചയുള്ള വാക്കുകളുള്ള കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണത്തിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നേതാവിൻ്റെ അസാന്നിധ്യം CPIയിലുമുണ്ട്. ബിനോയ് വിശ്വം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ കാനത്തിന് ഒത്ത് ഉയരുന്നില്ല, അല്ലെങ്കിൽ കാനം പറയുന്നതിൻ്റെ മൂർച്ച ബിനോയുടെ വാക്കുകൾക്കില്ല എന്ന വിമർശനം CPIയിൽ പോലും ഉള്ളതാണ്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പ്രതിരോധം പാളിപ്പോകുന്നുവെന്ന് മൊത്തത്തിൽ ഇടതുമുന്നണി വിലയിരുത്തുന്നത്. അവിടെയാണ് CPI നേതൃത്വം മന്ത്രിമാർ തന്നെ മുന്നിട്ടിറങ്ങി പാർട്ടിയെയും മുന്നണിയും പ്രതിരോധിക്കണമെന്ന കർശനമായ നിർദ്ദേശം നൽകുന്നത്. അതിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനങ്ങളും ചുരുക്കമാണ്. പലപ്പോഴും വലിയ ഇടവേളകൾ ഉണ്ടാകാറുണ്ട്. അതും ഇനി മാറും. മുഖ്യമന്ത്രി അടിക്കടി വാർത്താ സമ്മേളനം നടത്തും. പാർട്ടിയെ പ്രതിരോധിക്കാൻ, മുന്നണിയെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി മുന്നിട്ട് തന്നെ ഇറങ്ങും എന്ന് തന്നെയാണ് CPM സംസ്ഥാന സമിതിയിൽ ഉയർന്ന അഭിപ്രായങ്ങളുടെ ഭാഗമായി CPM കൈക്കൊണ്ട തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉടൻ നോട്ടീസ് നൽകിയേക്കും. UDF കൺവീനർ അടൂർ പ്രകാശിന്റെ മൊഴിയും വൈകാതെ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് ശുപാർശ ചെയ്ത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ രംഗത്തെത്തി. കേസിന് അന്തർ സംസ്ഥാനവും അന്തർദേശീയവുമായ ബന്ധങ്ങളുള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തുവരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നാണ് ശുപാർശ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITയുടെ അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് നിർണായകമായ നീക്കങ്ങളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയേക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതോടൊപ്പം UDF കൺവീനർ അടൂർ പ്രകാശിൻ്റെ മൊഴിയും വൈകാതെ തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയേക്കും. സോണിയാഗാന്ധിയുടെ അടുക്കൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്താനിടയായ സാഹചര്യം സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് UDF കൺവീനറുടെ മൊഴിയെടുക്കാനുള്ളൊരു നീക്കം അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾ പലതവണ ചോദിച്ചിരുന്നു
ഈ കേസിൽ ഇതിൻ്റെ ഒരു രാജ്യാന്തര മാനമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മറ്റ് തരത്തിലുള്ള ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന നിലപാടിൽ BJP ഉൾപ്പെടെയുള്ള കക്ഷികൾ ഉറച്ചു നിൽക്കുകയാണ്. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയും ഹൈക്കോടതി തന്നെ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവർക്ക് ഏതെങ്കിലും വീഴ്ച സംഭവിച്ചതായുള്ള പരാമർശങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനാണ് മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം എന്നായിരുന്നു. അതിനിടയിലാണ് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം കേസിൻ്റെ അന്വേഷണം ഇതിൻ്റെ അന്തർദേശീയ മാനങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് അന്വേഷണം CBIക്ക് വിടണമെന്നൊരു ശുപാർശ മുമ്പോട്ട് വെച്ചതായുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. എന്തായാലും തിരക്കിട്ട ചർച്ചകൾ ആഭ്യന്തര വകുപ്പിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട്. തുടർ നീക്കങ്ങളുടെ ഭാഗമായി SIT കൂടുതൽ രാഷ്ട്രീയ ഉന്നതരിലേക്ക് എത്തുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. എന്തായാലും PS പ്രശാന്തിനെ വൈകാതെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നില്ലെന്ന പിണറായി വിജയന്റെ വാദം തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM അനുകൂലികളായ 2 പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൽ തിരുകി കയറ്റാൻ ശ്രമം നടത്തിയതായും VD സതീശൻ ആരോപിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഫോട്ടോ എടുത്തവരെല്ലാം പ്രതികളാകുമോ എന്നായിരുന്നു അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരന്തരമായി SITയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ അന്വേഷണ സംഘത്തിൻ്റെ മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവസാനം 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ SITയിലേക്ക് പ്രവേശിപ്പിക്കുക. അവർക്ക് 2 പേർക്കും പരസ്യമായ CPM ബന്ധമുള്ള ആളുകളാണ്. CPM ബന്ധമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി SITയിൽ കടന്നു കയറി SITയുടെ അന്വേഷണത്തിൻ്റെ രഹസ്യങ്ങൾ CPMന് ചോർത്തിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ SIT അന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് പോകുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. ഏത് ഏജൻസി അന്വേഷിക്കുന്നതിലും എതിർപ്പില്ല. അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തുമ്പോൾ SITയെ വിശ്വാസമില്ല എന്ന് പറയുന്നുവെന്നും MP ഗോവിന്ദൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമെന്ന് K സുരേന്ദ്രൻ. ആഭ്യന്തര വകുപ്പ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസിലേക്ക് അന്വേഷണം എത്തുന്നില്ല. ഇത് ബോധപൂർവമാണ്. കടകംപള്ളിയുടെ ചോദ്യം ചെയ്യലിന് ശേഷം അന്വേഷണ സംഘത്തിൽ വലിയ മാറ്റം വന്നുവെന്നും K സുരേന്ദ്രൻ. എല്ലാ കുറ്റവാളികളും നിയമത്തിന്റെ വലയിലാവണമെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമായേ മതിയാവൂ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുക. നമ്മൾ സ്വർണ്ണക്കൊള്ളയുടെ വിശദാംശങ്ങൾ ഓരോന്ന് പുറത്തു വരുമ്പോഴും ഇവിടുത്തെ അന്വേഷണം കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും തെളിയാൻ പോകുന്നില്ല എന്നുള്ള വസ്തുതയിലേക്ക് എത്തിച്ചേരുകയാണ്. പ്രമുഖരായിട്ടുള്ള പല ആളുകളും ഇതിൽ പങ്കാളികളാണ് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായപ്പോൾ മുകളിൽ നിന്നുള്ള ഇടപെടലുകൾ ശക്തമായിരിക്കുക. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിന് ശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. 2 പ്രമുഖരായിട്ടുള്ള CPM കേഡറുകളെ പോലീസിനകത്തുള്ള ഈ അന്വേഷണ സംഘത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിന് പുതിയ വരികളുമായി K സുരേന്ദ്രൻ. സ്വർണം കട്ടവരാരപ്പ സഖാക്കളാണേ അയ്യപ്പ എന്ന സുരേന്ദ്രന്റെ പാരഡി ഗാനം കേൾക്കാം. വൈറലായിട്ടുള്ള ഒരു പാട്ട് ഇപ്പൊ ഇറങ്ങിയല്ലോ. ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടി വരുമെന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തി നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും. സ്വർണം കട്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ. സ്വർണം വിറ്റത് ആർക്കപ്പ? കോൺഗ്രസിനാണ് അയ്യപ്പ. ലാഭം കൊയ്തത് ആരൊക്കെ? ഇന്ത്യ മുന്നണി ഒറ്റക്ക്. ഇത് നാളെ കേരളത്തിലെ ജനങ്ങൾ ഒരു പാരഡി ഗാനമായിട്ട് പാടുന്ന സ്ഥിതി വരും. ഇടത് അനുകൂല നിലപാട് മയപ്പെടുത്തി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. ശബരിമല വിഷയത്തിൽ മാത്രമാണ് ശരിദൂരമെന്നും അതിന് രാഷ്ട്രീയമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ലെന്നും മറ്റ് വിഷയങ്ങളിലെല്ലാം സമദൂരം തുടരുമെന്നും വ്യക്തമാക്കി. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ അഭിനന്ദിച്ചും UDFനെ വിമർശിച്ചും സുകുമാരൻ നായർ രംഗത്തു വന്നത് NSSന്റെ ഇടത് അനുകൂല നിലപാടായി വ്യാഖ്യാനിച്ചിരുന്നു. ഇതിലാണിപ്പോൾ ചെറിയ തിരുത്ത് സുകുമാരൻ നായർ വരുത്തിയിരിക്കുന്നത്. തീർച്ചയായും യാതൊരു സംശയവും
സമദൂരത്തിലെ ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. അതിനെ രാഷ്ട്രീയമായിട്ട് കുഴക്കേണ്ട കാര്യം ആ കാര്യത്തിൽ നമ്മളൊരു ശരിദൂരം ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സമദൂരം തന്നെ. ഇടവേള. അടുത്ത മാസം പകുതിക്ക് ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നേക്കും. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഒരുങ്ങാറുള്ള UDF ഇക്കുറി നേരത്തെയാണ്. ഈ മാസം പകുതിയോടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുള്ള തിരക്കിട്ട ചർച്ചകൾ ആരംഭിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും ഈ മാസം തന്നെ തീരുമാനമുണ്ടാവും. ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ വൻ സസ്പെൻസ് ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. പതിവ് സീറ്റ് മോഹികൾക്കൊന്നും ഇക്കുറി സീറ്റ് കിട്ടില്ല. വയനാട് ബത്തേരിയിൽ നടക്കുന്ന കോൺഗ്രസ് ക്യാമ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് അന്തിമരൂപം നൽകും. അടുത്ത മാസം അവസാന വാരത്തിന് മുമ്പായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകും. ഇതിനു മുമ്പ് വളരെ വേഗത്തിൽ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ UDF ഒരുങ്ങുകയാണ്. അതിൽ കോൺഗ്രസിൻ്റെ നീക്കമാണ് ഏറ്റവും ശ്രദ്ധേയം. കോൺഗ്രസ് വമ്പൻ സസ്പെൻസുകളുമായി ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ്. 50% യുവതികൾക്കും യുവാക്കൾക്കും ഒപ്പം തന്നെ പുതുമുഖങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് ഉണ്ടാവുക. അത് ദേശീയ നേതൃത്വത്തിൻ്റെ കൂടി താല്പര്യം പരിഗണിച്ചുകൊണ്ടാണ് അത്തരമൊരു പട്ടിക ഉണ്ടാവുക. അതിനും അപ്പുറം മറ്റു ചില സസ്പെൻസുകൾ ഈ പട്ടികയിൽ ഉണ്ടാകുമെന്നതാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതയായി പറയുന്ന ഒരു കാരണം എല്ലാ സിറ്റിംഗ് MLA-മാർക്കും ഇത്തവണ സീറ്റുണ്ടാവും. അതേ മണ്ഡലങ്ങളിൽ തന്നെ മത്സരിക്കാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഒഴികെ അവിടെ പുതിയൊരു സ്ഥാനാർത്ഥി വരും. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റുണ്ടാവില്ല. തൃപ്പൂണിത്തറയുടെ കേസിൽ ഇപ്പോഴും ചെറിയ ആശയക്കുഴപ്പമുണ്ട്. തൃപ്പൂണിത്തറയിൽ K. ബാബു മത്സരിക്കാൻ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. K. ബാബു മത്സരിക്കുന്നില്ലെങ്കിൽ പകരം ഒരു സ്ഥാനാർത്ഥിയെ തൃപ്പൂണിത്തറയിൽ കണ്ടെത്തും. മറ്റ് സിറ്റിംഗ് മണ്ഡലങ്ങളിലൊന്നും മാറ്റമുണ്ടാവില്ല. മറ്റിടങ്ങളിൽ വലിയ പരീക്ഷണങ്ങൾക്കും നീക്കങ്ങൾക്കുമാണ് ഇത്തവണ കോൺഗ്രസ് ഒരുങ്ങുന്നത്. നിരവധി പുതുമുഖങ്ങളെ പരീക്ഷിച്ചേക്കാം. അവിടെ ജയസാധ്യത നോക്കിക്കൊണ്ടുള്ള ചില മാറ്റങ്ങളും നീക്കങ്ങളുമാണ് ആലോചിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിജയസാധ്യത എന്ന ഒറ്റ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള പ്രഖ്യാപനങ്ങളും നീക്കങ്ങളുമാണ് ഉണ്ടാവുക. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗത കോട്ടകൾ ഇത്തവണ അത് പിടിച്ചെടുക്കാൻ വേണ്ടി പുതിയൊരു തന്ത്രത്തിന് കൂടി കോൺഗ്രസ് തുടക്കമിടുകയാണ്. അത് പൊതുസ്വതന്ത്രരെ കണ്ടെത്തുകയാണ്. സാധാരണ ഇടതുപക്ഷമാണ് പൊതുസ്വതന്ത്രർക്ക് പിന്നാലെ പോകുന്നത്. ഇത്തവണ ഇടതുകോട്ടകൾ പിടിച്ചെടുക്കാൻ സാംസ്കാരിക പ്രവർത്തകരടക്കമുള്ള അവരെ സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ട് UDF-ന്റെ ഭാഗമാക്കിക്കൊണ്ടുള്ള നീക്കത്തിന് കൂടി ഒരുങ്ങുന്നു. അങ്ങനെ പൊതുസ്വതന്ത്രരെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി കോൺഗ്രസ് തേടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ പ്രചരണ തന്ത്രങ്ങൾക്ക് അന്തിമ രൂപം നൽകുകയാണ്. അങ്ങനെ വേഗത്തിൽ പ്രഖ്യാപനം നടക്കും. മുന്നണിയിലെ സീറ്റ് ചർച്ചകൾ ഈ ആഴ്ച അവസാനം തന്നെ പൂർത്തിയാവുന്നു. ഒപ്പം തന്നെ ഈ മാസം അവസാനം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച ഒരു അന്തിമ ധാരണയിലേക്ക് എത്താനാണ് നീക്കം ആരംഭിക്കുന്നത്. നേരത്തെ ഒരുങ്ങി നേരത്തെ തയ്യാറെടുക്കുക, ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു തന്ത്രം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൽകിയ ഒരു ആത്മവിശ്വാസം, അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കം. തിരക്കിട്ട ചർച്ചകൾ കോൺഗ്രസ് UDF കേന്ദ്രങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള വിഷയങ്ങളിലേക്കും അത്തരം സാധ്യതകൾ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പ് എടുത്തുകൊണ്ടുള്ള ഒരു നീക്കം കൂടിയാണ് വരുന്നത്. ഇതിനിടയിൽ സമാന്തരമായ ചില സർവേകൾ കൂടി കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി സാധ്യതകൾ സംബന്ധിച്ചുള്ള നീക്കങ്ങൾ കൂടിയാണ്. ചിലർക്കൊക്കെ സ്ഥാനാർത്ഥി സാധ്യതാ സൂചനകളൊക്കെ കൈമാറിയിട്ടുണ്ട്. മുന്നണിയിലെ ചില സീറ്റുകൾ വെച്ചുമാറലുകളും പരിഗണനയിലുണ്ട്. ഉദാഹരണം, ലീഗുമായുള്ള സീറ്റ് വെച്ചുമാറലിന് പുറമേ തന്നെ കേരള കോൺഗ്രസുമായുള്ള ചില സീറ്റ് വെച്ചുമാറലുകളും അത്തരം നീക്കങ്ങളും ഒക്കെ ഉണ്ടാവും. പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെ അത് വളരെ പ്രകടമാവുകയും ചെയ്യും. അങ്ങനെ വമ്പൻ സസ്പെൻസുകളാണ് കാത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോൺഗ്രസിൻ്റെ പതിവ് സീറ്റ് മോഹികൾക്ക് ഇത്തവണ അവസരം ഉണ്ടാവില്ല എന്നതാണ്. കാരണം വിജയസാധ്യത എന്ന മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ പാർട്ടിയിലെ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് ഈ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ പതിവ് സീറ്റ് മോഹികൾക്ക് ഇത്തവണ നിരാശ തന്നെയായിരിക്കും ഫലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും മുസ്ലിം ലീഗും സീറ്റുകൾ വെച്ച് മാറിയേക്കും. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട സീറ്റുകളിലാണ് മുന്നണിയുടെ വിജയസാധ്യത മുൻനിർത്തി ഇത്തവണ പുതിയ പരീക്ഷണത്തിൽ ഒരുങ്ങുന്നത്. ഇരു പാർട്ടികൾക്കിടയിലും നടക്കുന്ന ചർച്ചകൾ ഫലം കണ്ടാൽ പല പ്രധാന സീറ്റുകളിലും മാറ്റമുണ്ടാകും. കഴിഞ്ഞ 2 തവണയായി വിജയിക്കാൻ കഴിയാത്ത സീറ്റുകൾ ഏത് വിധേനയും നേടിയെടുക്കുക എന്ന ഉദ്ദേശമാണ് സീറ്റുകളുടെ കൈമാറ്റത്തിന് പിന്നിൽ. കോൺഗ്രസും മുസ്ലിം ലീഗും കാലങ്ങളായി മത്സരിക്കുന്ന സീറ്റുകൾ പ്രധാനമായിട്ടും
അവർ മത്സരിച്ച് തോൽക്കുന്ന സീറ്റുകളാണ് ഇവിടെ വെച്ചുമാറാൻ ഉദ്ദേശിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ സീറ്റ് ലീഗ് ആവശ്യപ്പെടുന്നുണ്ട്. അതിന് പകരമായിട്ട് അവർക്ക് കഴിഞ്ഞ തവണ വിജയിക്കാൻ കഴിയാത്ത അഴീക്കോടും വിജയിക്കാൻ കഴിയാത്ത കൂത്തുപറമ്പ്, ഇതിലേതെങ്കിലും ഒന്നും കോൺഗ്രസുമായി വെച്ചുമാറാനാണ് പ്രധാനമായിട്ടും ലീഗ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഇതിനോട് എത്രമാത്രം അനുകൂലമായി പ്രതികരിക്കുമെന്ന് പറയാനാകില്ല. പ്രത്യേകിച്ച് കെ സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ സ്വന്തം മണ്ഡലമായതുകൊണ്ട് തന്നെ ജില്ലാ ആസ്ഥാനത്ത് ആ ഒരു സീറ്റ് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. കോഴിക്കോട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ തിരുവമ്പാടി സീറ്റാണ് ലീഗ് പ്രധാനമായിട്ടും വെച്ചുമാറാൻ ഉദ്ദേശിക്കുന്നത്. ലീഗിനാണെങ്കിൽ ഇവിടെ ഇതുവരെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ലീഗിനെ സംബന്ധിച്ച് UDFന്റെ ഒരു ശക്തി കേന്ദ്രമാണെങ്കിൽ പോലും അവിടെ ക്രിസ്തീയ വിഭാഗങ്ങളുടെ വോട്ട് വലിയ തോതിൽ തന്നെ വിധി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഈ സീറ്റ് വിട്ടു നൽകി നാദാപുരമോ കൊയിലാണ്ടിയോ പകരം ചോദിക്കുക എന്നുള്ളതാണ് ലീഗിന്റെ പ്രധാനമായിട്ടുള്ള ആലോചന. ഇതിൽ നാദാപുരത്തിനാണ് ലീഗ് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ നാദാപുരത്ത് കഴിഞ്ഞ തവണ മത്സരിച്ചത് ഇപ്പോഴത്തെ DCC അധ്യക്ഷൻ പ്രവീൺ കുമാറാണ്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ഒരുപാട് താല്പര്യം കാണിക്കുന്ന ഒരു സീറ്റാണ് നാദാപുരത്തേത്. അതുകൊണ്ട് തന്നെ അത് വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നറിയില്ല. പക്ഷേ മറുവശത്ത് നോക്കുകയാണെങ്കിൽ ആ തിരുവമ്പാടി സീറ്റ് പിടിച്ചെടുക്കുവാൻ ആ ലീഗിനെ സംബന്ധിച്ച് ഈ ഒരു കൈമാറ്റം ഗുണം ചെയ്യും. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാക്കൾ, പ്രത്യേകിച്ച് മലപ്പുറം DCC അധ്യക്ഷനായ VS ജോയി അടക്കമുള്ള ക്രിസ്തീയ മേഖലയിൽ നിന്നുള്ളവർ, ആ വിഭാഗത്തിൽ നിന്നുള്ളവർ അവിടെ മത്സരിച്ചാൽ ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ പൊതുവെ ഉള്ളതുകൊണ്ട് അത്തരത്തിലൊരു കൈമാറ്റത്തിന് കോൺഗ്രസും താല്പര്യം കാണിച്ചേക്കുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച ചർച്ചകളും പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും മറ്റൊരു സീറ്റ് കൈമാറ്റത്തിൻ്റെ ആലോചന നടക്കുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സീറ്റാണ്. പട്ടാമ്പി ഏറെക്കാലമായി ലീഗ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ കോൺഗ്രസ് അത് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇത്തവണയും ആ ഒരു ചർച്ചയ്ക്ക് സജീവമായ സാധ്യതകളാണ് ലീഗ് കാണുന്നത്. പട്ടാമ്പിക്ക് പകരം കഴിഞ്ഞ തവണ മത്സരിച്ച കോങ്ങാട്, അത് സംവരണ സീറ്റാണ്, കോങ്ങാട് കോൺഗ്രസിന് നൽകാം എന്നൊരാലോചനയാണ് ലീഗിനുള്ളിലുള്ളത്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ തവണ തോറ്റതിന് ശേഷവും മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന റിയാസ് മുക്കോളിയെ പോലെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സമ്മർദ്ദം, അതേപോലെ അവരെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദമൊക്കെ ലീഗിന് ഈ ഒരു വിഷയത്തിൽ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സീറ്റ് കൈമാറ്റം എത്രമാത്രം സാധ്യമാകുമെന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നത് ഗുരുവായൂർ സീറ്റാണ്. ഗുരുവായൂർ കാലങ്ങളായിട്ട് ലീഗ് നേതാക്കൾ മത്സരിച്ച് തോൽക്കുന്ന ഒരു സീറ്റ് കൂടിയാണ്. പലപ്പോഴും അവിടെ വിജയിക്കാൻ സാധ്യതയുള്ളത് കോൺഗ്രസ് ആണെന്ന വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മറ്റെല്ലാ മണ്ഡലങ്ങളിലും BJP ലീഡ് ചെയ്തപ്പോൾ കോൺഗ്രസിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഗുരുവായൂരാണ്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം ഈ ഗുരുവായൂർ സീറ്റ് ചോദിക്കുന്നതിൽ കോൺഗ്രസിനുണ്ട്. കെ മുരളീധരനെ പോലെ ലീഗിനും തള്ളിക്കളയാൻ കഴിയാത്തൊരു നേതാവ് അവിടെ വരികയാണെങ്കിൽ അവിടെ വിജയിച്ച് കയറാൻ കഴിയുമെന്നൊരു കണക്കൂട്ടിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ലീഗിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പകരം അവർ ലീഗ് ചോദിക്കുന്നത് തവനൂരോ മലപ്പുറം ജില്ലയിലെ മറ്റേതെങ്കിലും സീറ്റാണ്. പക്ഷേ അത് സാധ്യമാകുമോ എന്നറിയില്ല. നിലവിൽ തന്നെ മലപ്പുറത്ത് 4 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അതിൽ തന്നെ തവനൂരൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരിക്കലും വിട്ടുകൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ സീറ്റ് വിട്ടുകൊടുത്താൽ പകരം മലപ്പുറം ജില്ലയിൽ മറ്റൊരു സീറ്റ് നൽകേണ്ടി വരുമെന്നുള്ള ചർച്ച പ്രായോഗികമായി നടപ്പാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. മധ്യ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും എറണാകുളത്ത് കളമശ്ശേരിയിലാണ് ലീഗ് മത്സരിക്കുന്നത്. അവിടെ കഴിഞ്ഞ തവണ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ആ സീറ്റിന് പകരം കൊച്ചി സീറ്റാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. അതിന് പ്രധാനമായിട്ടും ലീഗിനുള്ളിലെ ചില താല്പര്യങ്ങൾ കൂടിയുണ്ട്. ലീഗിലെ ഒരു വിഭാഗം കളമശ്ശേരിക്ക് പകരം കൊച്ചിയിൽ വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായെ പോലെയുള്ള ആ മേഖല കേന്ദ്രീകരിച്ചുള്ള നേതാക്കൾ സ്ഥാനാർത്ഥിത്വത്തിനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അവർക്കൊക്കെ സജീവ പരിഗണനയും പാർട്ടിയുടെ ഭാഗത്തുണ്ട്. അപ്പോൾ ഒരുപക്ഷെ കളമശ്ശേരിക്ക് പകരം കൊച്ചി നൽകുകയാണെങ്കിൽ കോൺഗ്രസ് ലീഗ് ഈ സീറ്റ് കൈമാറ്റം സാധ്യമാകും. കോൺഗ്രസിനാണെങ്കിൽ അവിടെ മുഹമ്മദ് ഷിയാസിനെ പോലെയുള്ള യുവ നേതാക്കൾക്ക് DC അധ്യക്ഷനായ അദ്ദേഹത്തിന് വലിയ സാധ്യത അവിടെ കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ 2 സീറ്റും വിജയിക്കാനുള്ള സാധ്യത ഈ ഒരു കൈമാറ്റത്തിലൂടെ ഉണ്ടാകുമെങ്കിൽ അത് സാധ്യമാകുമെന്നൊരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. അതുപോലെ തന്നെ പുനലൂരിൽ കഴിഞ്ഞ തവണ ലീഗിന് നൽകിയ സീറ്റിൽ മലപ്പുറത്തു നിന്നാണ് അബ്ദുറഹ്മാൻ തണിച്ചത് മത്സരിച്ചത്. അപ്പോൾ അവിടെ ജയിക്കാൻ കഴിയില്ല എന്ന് ലീഗ് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് കോൺഗ്രസ് നൽകി മറ്റെവിടെയെങ്കിലും ഒരു സീറ്റ് ആവശ്യപ്പെടുക എന്ന തന്ത്രവും ലീഗിനുണ്ട്. എന്നൊക്കെ തന്നെ ഈ ചർച്ചകളൊക്കെ തന്നെ സജീവമായി നടക്കുന്നുണ്ട്. ഈ 15-ാം തീയതിക്കുള്ളിൽ ഇതൊരു ധാരണയാക്കാൻ കഴിയുമെന്ന കണക്കൂട്ടലാണ് ലീഗ് നേതൃത്വത്തിനും കോൺഗ്രസിനുമുള്ളത്. പക്ഷേ ഈ സീറ്റ് കൈമാറ്റത്തിൽ ഏറ്റവും അവസാനമായിട്ട് എത്രത്തോളം പ്രായോഗികമായിട്ട് നടപ്പാകുമെന്ന് കണ്ടറിയണം. പ്രത്യേകിച്ച് പ്രാദേശിക ജില്ലാ നേതാക്കളുടെ സമ്മർദ്ദം, അവരുടെ സ്വാധീനം ഇതിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദങ്ങൾ അതിജീവിച്ച് ഏത് വിധേനയും ജയിച്ചു കയറുക എന്ന ഒറ്റ ഉദ്ദേശവുമായിട്ടാണെങ്കിൽ ഒരുപക്ഷെ പല സീറ്റുകളും കൈമാറ്റം ചെയ്യപ്പെട്ടേക്കാം. എന്താണെങ്കിലും ഈ മാസം 15-ാം തീയതിയോടെ ഇതിലൊരു അന്തിമ ധാരണ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാനാകുന്നത്. CV അനുമോദ്, ന്യൂസ് 18. ക്രൈസ്തവർക്ക് നേരായ അതിക്രമത്തിൽ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക ബാവ. RSSന്റെ പോഷക സംഘടനകളായ ബജ്രംഗ് ദളും VHPയും മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു. ആക്രമണങ്ങൾ
പള്ളിക്കകത്തുണ്ടാവാൻ അധികം താമസമില്ലെന്നും മതഭ്രാന്തന്മാരെ നിയന്ത്രിക്കാൻ ഭരണകർത്താക്കൾക്കാണ് ഉത്തരവാദിത്വമെന്നും കാത്തോലിക്ക ബാബ വിമർശിച്ചു. RSSന്റെ പോഷക സംഘടനകളായിരിക്കുന്ന ബജരംഗ് ദളും അതുപോലെ VHPയും ഒക്കെ ഈ സമൂഹത്തിലെ ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നതായ വാസ്തവം ഇന്നത്തെ മനോരമയിലും 2-3 സ്ഥലങ്ങളിലായിട്ട് ഞാൻ കാണുകയുണ്ടായി. നമുക്കറിയാം, കന്യാസ്ത്രീകൾ കഴിഞ്ഞപ്പോൾ വൈദികരായി പള്ളിയുടെ പുറത്തുള്ളതായ ആഘോഷങ്ങൾ, ക്രിസ്തുമസ് ആഘോഷങ്ങൾ നശിപ്പിച്ച് അകത്ത് കയറാൻ അധികം താമസം ഇല്ല. ഇനി പള്ളിക്കകത്തുള്ള ആരാധനയിലായിരിക്കാം ഇനിയുള്ളതായ ആക്രമണം ഉണ്ടാകുന്നു. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പിൽ ED വീണ്ടും ചോദ്യം ചെയ്യുമെന്നത് നുണപ്രചാരണമെന്ന് നടൻ ജയസൂര്യ. 3ാം തവണ ചോദ്യം ചെയ്യാനായി സമൻസ് അയച്ചിട്ടില്ല. പരസ്യവുമായി സമീപിക്കുന്നവർ തട്ടിപ്പുകാരാണെന്ന് ഊഹിക്കാൻ കഴിയില്ലെന്നും ജയസൂര്യ. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് നടന്റെ പ്രതികരണം. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട നടൻ ജയസൂര്യയെ കഴിഞ്ഞ 2 തവണയാണ് 24-ാം തീയതിയും 27-ാം തീയതിയുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അതിനുശേഷം 7-ാം തീയതി നോട്ടീസ് നൽകി വീണ്ടും ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അത്തരത്തിലാണ് മാധ്യമങ്ങൾക്ക് വിവരം ലഭിച്ചത്. പക്ഷേ ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ് നടൻ ജയസൂര്യ. തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മാധ്യമങ്ങൾ നുണപ്രചാരണം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നടൻ ജയസൂര്യ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് പ്രകാരം 7-ാം തീയതി ED നോട്ടീസ് അയച്ചിട്ടില്ല, ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തനിക്കോ തൻ്റെ ഭാര്യയ്ക്കോ നോട്ടീസ് അയച്ചിട്ടില്ല. കഴിഞ്ഞ 2 തവണ മാത്രമാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ളത്. അത് കൃത്യമായി ഹാജരാകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ മറ്റ് അനധികൃതമായ ഒന്നും തന്നെ താൻ ഒരു വിധത്തിലും പണം സമ്പാദിക്കുകയൊന്നും ചെയ്യുന്നില്ല, കൃത്യമായി ടാക്സ് അടയ്ക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെ താനൊരു ബ്രാൻഡ് അംബാസഡറായി ഒരു കമ്പനിയുടെ ഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമാകുമ്പോൾ അവരേതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്ന് തനിക്ക് മുൻകൂട്ടി അറിയാൻ കഴിയില്ല. അതങ്ങനെയല്ലേ എന്നുകൂടി നടൻ ജയസൂര്യ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 7-ാം തീയതി ED നോട്ടീസ് അയച്ച് വീണ്ടും ഹാജരാകണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ പൂർണ്ണമായും തള്ളുകയാണ് നടൻ ജയസൂര്യ. എന്തായാലും ED ഇതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. കഴിഞ്ഞ 2 തവണത്തെ ചോദ്യം ചെയ്യൽ ഈ നടൻ ജയസൂര്യയുടെ അക്കൗണ്ടിൽ 1 കോടി രൂപയാണ് ഈ സ്ഥാപനത്തിൽ നിന്നും വന്നത്. അത് തട്ടിപ്പ് തുകയാണെന്ന ഒരു നിഗമനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തി നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും കഴിഞ്ഞ 2 തവണ ജയസൂര്യയും ഭാര്യയും ഹാജരാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 7-ാം തീയതി വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്തയെ പൂർണ്ണമായി തള്ളുകയാണ് നടൻ ജയസൂര്യ. ഇനി സ്വർണ്ണ വില നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. 22 ക്യാരറ്റ് ഗ്രാമിന് 12,485, പവന് 99,880. 18 ക്യാരറ്റ് ഗ്രാമിന് 10,360, പവന് 82,880. വെള്ളി ഗ്രാമിന് 247, കിലോയ്ക്ക് 2,47,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇനി ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും.